നിങ്ങളുടെ കൈകൊണ്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ, മിസ്കീനായ മനുഷ്യന് നിങ്ങളുടെ കൈകൊണ്ടൊരു ചായയോ ഒരു വെള്ളമോ എടുത്തു കൊടുത്താൽ, പാവപ്പെട്ട ഒരു മനുഷ്യന് നിങ്ങളുടെ കൈകൊണ്ടൊരു ഭക്ഷണം എടുത്തു കൊടുത്താൽ, മോശപ്പെട്ട മരണം അവർക്കുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല ഒരു മരണം പ്രതീക്ഷിക്കുന്നവർ, അല്ലാഹുവിലേക്ക് നല്ലൊരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരിക്കണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും അവരുടെ കൈകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. എത്രയോ ഉമ്മമാർ നമ്മൾ കേൾക്കാറില്ലേ, ആര് വന്നാലും, ഏത് പരിചയമില്ലാത്ത ആള് വന്നാലും ഇപ്പൊ ഒരു പക്ഷേ സേഫ്റ്റി നോക്കേണ്ടി വരും. കാരണം യാചകന്മാരായി ചമഞ്ഞു വരുന്നവരിൽ കൊലയാളികൾ കാണാം, കള്ളന്മാർ കാണാം, മോഷ്ടാക്കൾ കാണാം. നിങ്ങളുടെ ചുറ്റുപാടുകൾ സുരക്ഷിതമാണെങ്കിൽ മാത്രം. എത്രയോ ആളുകൾ വീട്ടിലേക്ക് വരുന്ന യാചകന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ പറഞ്ഞേക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. അവർക്ക് മിസ്കീന്മാരാണോ എന്നറിയുമ്പോൾ ഉള്ളത് കൊടുക്കുന്നത്. അന്നത്തെ മിസ്കീന്മാരും അങ്ങനെയാണ്. അവർ ആർത്തിയുള്ളവരായിരുന്നില്ല, അവർ മോഷണം ചെയ്യുമായിരുന്നില്ല, വീടിന്റെ ഉള്ളിലേക്ക് ജനൽ പഴുതിലൂടെ നോക്കുമായിരുന്നില്ല. അത് ചെയ്യാൻ പാടില്ലെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുനാവലത്തുൽ മിസ്കീൻ മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൈകൊണ്ട് എടുത്തു കൊടുക്കുന്നത്, ഒരു സമ്മാനം എടുത്തു കൊടുക്കുന്നത്, ഒരു ദാനം സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നത് മോശപ്പെട്ട മരണം സംഭവിക്കാതെ നിങ്ങളെ സൂക്ഷിക്കാൻ അത് കാരണമാകും. അല്ലാഹു നിങ്ങൾക്ക് മോശപ്പെട്ട മരണത്തിൽ നിന്ന് മോചനം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് റസൂൽ പറയുന്നത്